വഖഫ് ഭേദഗതി നിയമത്തെ ശക്തമായി എതിർത്ത് കേരളം സുപ്രീം കോടതി. നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കക്ഷി ചേരാൻ കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കേരളത്തിലടക്കം മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഭേദഗതി നിയമമെന്ന് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ആശങ്ക വസ്തുതാപരമാണ്. നിയമത്തിലെ പല വ്യവസ്ഥകളും അന്യായമാണ്, വ്യവസ്ഥകളുടെ ഭരണഘടനാപരമായ സാധുത തന്നെ സംശയകരമാണ് എന്നും സംസ്ഥാനം വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങളുണ്ട്. അവർക്ക് സ്വന്തമായി വഖഫ് സ്വത്തുക്കളുണ്ട്. നിലവിലെ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഉൾപ്പെടെയുള്ള അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുമെന്ന് അവർക്ക് യഥാർത്ഥ ആശങ്കയുണ്ട്. നിയമം നടപ്പാക്കുന്നത് വഖഫിൻ്റെയും വഖഫ് സ്വത്തുക്കളുടെയും സ്വഭാവത്തിലും പദവിയിലും മാറ്റം വരുത്തുമെന്നും അവർ ആകുലപ്പെടുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഈ ആശങ്കകളിൽ കഴമ്പുണ്ട് എന്നാണ് കരുതുന്നത് എന്ന് സംസ്ഥാനം ഹർജിയിൽ വ്യക്തമാക്കുകയാണ്. ഒരിക്കൽ ഒരു ഭൂമി വഖഫായാൽ അത് എക്കാലത്തും വഖഫ് ആയിരിക്കും എന്നതാണ് അടിസ്ഥാന തത്വമെന്ന് കേരളം എടുത്തു പറയുകയാണ്. വഖഫ് ആയതിനു ശേഷം സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റാൻ വഖഫിനോ അവരുടെ അവകാശികൾക്കോ കഴിയില്ല എന്നും കേരളം വ്യക്തമാക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിലാണ് കേരളം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പുതിയ വഖഫ് ഭേദഗതി നിയമം കാരണം വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റപ്പെടാമെന്നും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മതവും വിശ്വാസവും നിശ്ചയിക്കുന്നതിനുള്ള പ്രത്യേക മാനദണ്ഡമില്ല. സംസ്ഥാന സർക്കാരിനോ അതിൻ്റെ ഏജൻസികൾക്കോ ഒരു വ്യക്തി മുസ്ലിം മതാചാര പ്രകാരമാണോ ജീവിക്കുന്നത് എന്ന് നിശ്ചയിക്കാനാകില്ല എന്നും കേരളം കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ നിയമം രൂപവത്കരിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നും കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.